ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിലുള്ളൊരു മനുഷ്യൻ, മഹാനായ പൗലോസ്, ഭാഗം 214. ഫെസ്തോസിനെ സന്ദർശിച്ച സന്ദർശകൻ ഹെരോദ് വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ഹെരോദ് അഗ്രിപ്പ രണ്ടാമനാണ്. അതായത് യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്ന അഗ്രിപ്പ ഒന്നാമൻ്റെ മകൻ. മാത്രമല്ല, ഫേലിക്സിൻ്റെ ഭാര്യ ദ്രുസില്ലയുടെ സഹോദരൻ. ചാൾസിസിലെ രാജസ്ഥാനം AD 48 ഫിലിപ്പോസിൻ്റെ ഭരണപ്രദേശം AD 52 വേറെ കുറേ സ്ഥലങ്ങൾ AD 55 റോമാക്കാർ അഗ്രിപ്പാക്ക് നൽകുകയുണ്ടായി. യെരുശലേം ദേവാലയത്തിൻ്റെ രക്ഷാധികാരി എന്ന സ്ഥാനവും മഹാപുരോഹിതനെ നാമനിർദ്ദേശം ചെയ്യാനുള്ള അധികാരവും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. പുതുതായി വന്ന റോമൻ ഗവർണറുടെ ബഹുമാനാർത്ഥം നടത്തിയ ഒരു സന്ദർശനമായിരുന്നു ഇത്. കൂടെ ബെർണീക്ക എന്ന സഹോദരിയും ഉണ്ടായിരുന്നു. ബെർണീക്ക അഗ്രിപ്പയുടെ സഹോദരി എങ്കിലും അവർ അതിൽ കവിഞ്ഞ ബന്ധത്തിലാണ് ജീവിച്ചിരുന്നതെന്ന് ബഹുജന സംസാരമുണ്ടായിരുന്നു. ബെർണീക്ക സ്വന്തം അമ്മാവൻ ചാൾസിസിലെ രാജാവായ ഹെരോദാവിൻ്റെ ഭാര്യയായിരുന്നു. അയാളുടെ മരണശേഷം സഹോദരൻ അഗ്രിപ്പയോടുകൂടിയായി താമസം. അക്കാലത്ത് കിലിക്കിയിലെ രാജാവായ പോളിമോയെ വിവാഹം കഴിച്ചു. കുറെ കഴിഞ്ഞ് ആ ബന്ധം വിടർത്തി വീണ്ടും അഗ്രിപ്പയോടൊത്ത് താമസിച്ചു. ഇക്കാലത്താണ് ഫെസ്തോസിനെ സന്ദർശിക്കുവാൻ ഇരുവരും കൂടി ഇവിടെ വന്നിരിക്കുന്നത്. യെരുശലേം പിടിച്ചടക്കിയ ടൈറ്റസുമായി ബെർണീക്ക ഒടുവിൽ ബന്ധം സ്ഥാപിക്കുകയുണ്ടായി. അഗ്രിപ്പ കൈസരിലെത്തി കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഫെസ്തോസ് പൗലോസിനെ സംബന്ധിച്ച പ്രശ്നം അഗ്രിപ്പയ്ക്ക് വിശദീകരിച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ജിജ്ഞാസയും താല്പര്യവും ഉണർന്നു. ആ മനുഷ്യൻ്റെ പ്രസംഗം കേൾക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് അഗ്രിപ്പ പറഞ്ഞു. ഫെസ്തോസ് അതിനുത്തരമായി ആയിക്കോട്ടെ, നാളെ കേൾക്കാം എന്നും പറഞ്ഞു. ഇങ്ങനെ പൗലോസിന് അഗ്രിപ്പയുടെ മുമ്പിൽ പ്രസംഗിക്കുവാൻ ഒരവസരം ലഭിക്കുന്നു. സമ്മേളനം ഫെസ്തോസിൻ്റെ വിചാരണ മണ്ഡപത്തിലാണ് ഏർപ്പാട് ചെയ്തത്. അഗ്രിപ്പ, ബെർണീക്ക, ഫെസ്തോസ് എന്നിവരെ കൂടാതെ സഹസ്രാധിപന്മാരും നഗരത്തിലെ പ്രധാനികളും ആ ഓഡിറ്റോറിയത്തിൽ സമ്മേളിച്ചു. ഈ സദസ്സിൽ ലൂക്കോസും പൗലോസിനോടൊപ്പം ഉണ്ടായിരുന്നു. അഗ്രിപ്പായും ബെർണീക്കയും അത്യധികമായ ആഡംബരത്തോടു കൂടിയാണ് വന്നത്. പൗലോസിനെ കൊണ്ടുവരുവാൻ ഫെസ്തോസ് ആളയച്ചു. ഓഡിറ്റോറിയത്തിലെ ആഡംബരത്തിനും വർണ്ണസബിളമയ്ക്കും വിരുദ്ധമായി ലാളിത്യത്തിൻ്റെയും ദൗർബല്യത്തിൻ്റെയും പ്രതീകമായി ബന്ധനസ്ഥനായ ആ സ്വർഗീയ സ്ഥാനാപതി, അതെ, മഹാനായ പൗലോസ് നീതിപീഠത്തിൻ്റെ ഒരു വശത്ത് വന്നു നിന്നു. യോഗ നടപടികൾ ഫെസ്തോസിൻ്റെ ഒരു മുഖവരോടുകൂടിയാണ് ആരംഭിച്ചത്. പൗലോസ് അവിടെ വരാനുണ്ടായ കാരണം അദ്ദേഹം ഇങ്ങനെ വിവരിച്ചു. കൂടാതെ കൈസരെ അഭയം ചൊല്ലിയ പൗലോസിനെ സംബന്ധിക്കുന്ന കേസ് വിവരം എഴുതി ഈ ചക്രവർത്തിക്ക് സമർപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയും തനിക്ക് ബോധ്യമുണ്ടായിരുന്നു. വിശേഷിച്ച് യഹൂദ ആചാരങ്ങളുമായി നല്ല പരിചയമുള്ള അഗ്രിപ്പയുടെ സാന്നിധ്യത്തിൽ ഫെസ്തോസ് തൻ്റെ മുഖവുര പറഞ്ഞു കഴിഞ്ഞപ്പോൾ യോഗ നടപടികൾ അദ്ദേഹം അഗ്രിപ്പയെ ഏൽപ്പിക്കുകയും അഗ്രിപ്പ പൗലോസിന് സംസാരിക്കുവാൻ അനുവാദം നൽകുകയും ചെയ്തു. ഏത് സദസ്സിനെയും എപ്പോഴും അഭിമുഖീകരിക്കുവാൻ തയ്യാറായി. അതെ, പൗലോസ് തൻ്റെ പ്രസംഗം ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്. പൗലോസിൻ്റെ പ്രസംഗം കേൾക്കുവാൻ ആകാംക്ഷാപൂർവ്വം കാത്തിരുന്ന അഗ്രിപ്പ രാജാവിന് അതിനുള്ള അവസരമുണ്ടാക്കുകയാണ്. അതിനേക്കാൾ ഉപരിയായി ഏതൊരു ഉദ്ദേശ ലക്ഷ്യത്തിനായിട്ടാണോ പൗലോസിനെ ദൈവം വിളിച്ച് വേർതിരിച്ചത്, അക്കാര്യം നടപടിയായി നിറവേറ്റുവാൻ ദൈവം അവനെ സഹായിക്കുകയായിരുന്നു. രാജാവും ഗവർണറും സഹസ്രാധിപന്മാരും മറ്റ് നഗരാധിപതികളും, അതെ, അങ്ങനെയുള്ള പ്രധാനികളും നിറഞ്ഞ പ്രൗഢഗംഭീരമായ ഈ സദസ്സിന് മുമ്പാകെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രസ്താവിക്കുവാൻ പൗലോസ് ലഭിച്ച ഒരു അസുലഭ സന്ദർഭമായിരുന്നു ഇത്. മാത്രമല്ല, ഗവർണർമാരായ ഫെസ്തോസ് പോലും പൗലോസിനെക്കുറിച്ച് മനോഹരമായ ഒരു സാക്ഷ്യമാണ് ആ ഉന്നത സദസ്സിന് മുമ്പാകെ നൽകിയിരിക്കുന്നതും. പൗലോസിൻ്റെ കുറ്റമില്ലായ്മയുടെ ഒരു സാക്ഷ്യപത്രം കൂടിയായിരുന്നു ഈ പ്രസ്താവന. യഹൂദ മതകാര്യങ്ങൾ നന്നായി അറിയാവുന്ന അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷ സന്ദേശം അറിയിക്കുവാനും തൻ്റെ നിരപരാധിത്വം തെളിയിക്കുവാനും പൗലോസ് ലഭിച്ച ഈ സുവർണാവസരത്തിൽ അവൻ അതീവ സന്തുഷ്ടനായിരുന്നു. റോമൻ ചക്രവർത്തിയെ പൗലോസ് അഭയം ചൊല്ലിയിരുന്നതിനാൽ അഗ്രിപ്പാവിൻ്റെ മുമ്പാകെ ഒരു പ്രതിവാദം നടത്തേണ്ട കാര്യമില്ലായിരുന്നു. തുടർന്ന് അർദ്ധഭാഗത്തേക്ക് വരാം.